എസ്.എഫ്.ഐയുടെ ക്രൂരകൃത്യങ്ങൾ കോളേജിൽ വീണ്ടും അരങ്ങേറുന്നു. നമ്മൾ ഈ കഴിഞ്ഞ ദിവസങ്ങളിൽ വരെ ചർച്ചയാകുകയും ഇപ്പോഴും പ്രതികൾക്ക് വയനാട്ടിലെ വെറ്ററിനറി കോളേജിലെ സിദ്ധാർത്ഥൻ എന്ന് പറയുന്ന ഒരു 3ാം വർഷ വിദ്യാർത്ഥിയെ തച്ച് ചതച്ച് കെട്ടിത്തൂക്കി കൊന്ന കഥയുടെ ക്ഷീണം അല്ലെങ്കിൽ അതിൻ്റെ ആക്ഷേപം അല്ലെങ്കിൽ അതിൻ്റെ നാണക്കേട് മാറിയിട്ടില്ല. എസ്.എഫ്.ഐ ഇതാ വീണ്ടും പ്രിൻസിപ്പലിനെ, കോഴിക്കോട് കൊയിലാണ്ടി ഗുരുദേവ കോളേജിലെ പ്രിൻസിപ്പലിൻ്റെ കർണത്തടിച്ചു എന്നുള്ളതാണ് ഇന്നലെ നടന്ന സംഭവം. ഇവിടെ എന്താണ് സംഭവിക്കുന്നു, കേരളത്തിൽ എന്താണ് കോളേജിലെ കലാലയ രാഷ്ട്രീയത്തിൽ എന്തൊക്കെയാണ് നടക്കുന്നു എന്നുള്ളതാണ്. ഇത് എല്ലാം തന്നെ നമുക്ക് പറയേണ്ടിയിരിക്കുന്നത് ഇത് നിസ്സാരമായൊരു സംഭവമായിട്ട് കാണേണ്ടിയില്ല. ഇത് തുടർഭരണം കിട്ടിയതിൻ്റെ ഒരു ഹുങ്കാണ് യഥാർത്ഥത്തിൽ എസ്.എഫ്.ഐയും ബാധിച്ചിരിക്കുന്നു. CPM-നെയും CPM അണികളുടെയും CPM-ൻ്റെ മറ്റ് പോഷക സംഘടനകൾക്കും തുല്യമായിട്ട് എസ്.എഫ്.ഐ ഇത് ബാധിച്ചിരിക്കുന്നു എന്നുള്ളതാണ്. എസ്.എഫ്.ഐ എന്ന് പറയുമ്പോൾ വിദ്യാർത്ഥികളുടെ ഒരു രാഷ്ട്രീയ സംഘടനയായിട്ട് അങ്ങനെ ഒഴിച്ചു മാറ്റാൻ പറ്റുന്നതല്ല. നമുക്കറിയാം, കലാലയ രാഷ്ട്രീയം നിർബന്ധമായും വേണമെന്ന് അഭിപ്രായമുള്ളവരാണ് ഭൂരിപക്ഷം ഇന്ത്യയിലെ കേരളത്തിലെ ജനങ്ങൾ എന്നുള്ളതിൽ ഉപരി മാധ്യമപ്രവർത്തകരും എല്ലാം തന്നെ അത്തരത്തിൽ കലാലയ രാഷ്ട്രീയം കളിച്ചു തന്നെ വന്നവരാണ്. അതുകൊണ്ട് തന്നെ എന്നാൽ ഒരിക്കൽ പോലും കലാലയ രാഷ്ട്രീയത്തിൽ ഇത്തരം അക്രമങ്ങൾ, അധ്യാപകരെയും പ്രിൻസിപ്പലിനെയും ആക്രമിക്കുക, വിദ്യാർത്ഥികളെ അടിച്ചു കൊന്ന് കെട്ടിത്തൂക്കുക തുടങ്ങിയ കലാപരിപാടികൾ ആയിട്ട് എസ്.എഫ്.ഐ നടത്തുന്ന ഈ ക്രൂര പ്രവൃത്തികൾ ഇത് കേരളത്തിന് തന്നെ നാണക്കേടാണ്. ഉന്നത വിദ്യാഭ്യാസത്തിന് ഏറ്റവും വലിയ നാണക്കേടാണ് ഉണ്ടാക്കിയിരിക്കുന്നത്. നമ്മളിത് പറയുമ്പോൾ ഇതിന് പ്രധാന കാരണം എന്തെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ സിദ്ധാർത്ഥൻ്റെ കൊലപാതകം ഉൾപ്പെടെ വന്നിരിക്കുന്നതിന് പ്രധാന കാരണം തുടർഭരണം CPM നേതൃത്വം നൽകുന്ന CPM അല്ല, ശ്രീ പിണറായി വിജയൻ നേതൃത്വം നൽകുന്ന CPM-ൻ്റെ കീഴിലുള്ള LDF-ന് തുടർഭരണത്തിൻ്റെ ഒരു അനന്തരഫലമാണ് ഈ ഇത്തരം നീചമായിട്ടുള്ള കേരളത്തിലുള്ള ജനങ്ങൾക്കോ ഒരിക്കൽ പോലും ഇത് ചർച്ച ചെയ്യാൻ കൊള്ളില്ലാത്ത അല്ലെങ്കിൽ ഒരു കാരണവശാലും അംഗീകരിക്കാൻ പറ്റാത്ത, ഉൾക്കൊള്ളാൻ കഴിയാത്ത സംഭവങ്ങളാണ് എസ്.എഫ്.ഐയുടെ ഭാഗത്തിൽ നിന്ന് വന്നിരിക്കുന്നത്. ഇന്നലെ തന്നെ ഈ കൊയിലാണ്ടിയിലെ ഗുരുദേവ കോളേജിലെ പ്രിൻസിപ്പലിനെ, ഡോക്ടർ സുനിൽ ഭാസ്കറിനെ, അദ്ദേഹത്തിന് കർണത്തടിച്ചു എന്ന് പറയുന്നു. അദ്ദേഹത്തിന് ക്ഷതമേറ്റിട്ടുണ്ട്, അദ്ദേഹം ഹോസ്പിറ്റലൈസ്ഡ് ആണ്. അദ്ദേഹത്തിൽ നിന്ന് പോലീസ് സ്റ്റേറ്റ്മെൻറ്റ് എടുത്തപ്പോൾ അദ്ദേഹം വ്യക്തമായിട്ട് പറയുന്നു, ഉന്നത വിദ്യാഭ്യാസ മന്ത്രിയുമായിട്ടുള്ള ചർച്ച നടക്കുകയാണ്. ഈ അധ്യയന വർഷം മുതൽ 4 വർഷത്തെ ഡിഗ്രി കോഴ്സാണ് നടക്കുന്നത്. അതുമായി ബന്ധപ്പെട്ടുള്ള കാര്യങ്ങൾ ഉന്നത വിദ്യാഭ്യാസ മന്ത്രിയുമായിട്ട് ചർച്ച ചെയ്യുന്നു. അതുകൊണ്ട് 10 മിനിറ്റ് വിദ്യാർത്ഥികൾ വെയിറ്റ് ചെയ്യുക. കാരണം വിദ്യാർത്ഥികൾ അങ്ങോട്ട് പ്രിൻസിപ്പലിനോട് പറഞ്ഞിരുന്നു, അവിടെ ഹെൽപ്പ് ഡെസ്ക് 4 വർഷത്തെ പുതിയൊരു സംവിധാനത്തിലേക്ക് കോളേജ് വിദ്യാഭ്യാസം മാറുമ്പോഴേക്കും ഹെൽപ്പ് ഡെസ്ക് തുടങ്ങണം എന്ന് പറഞ്ഞ് വിദ്യാർത്ഥികൾ ആവശ്യപ്പെടുന്നു. പക്ഷേ പ്രിൻസിപ്പൽ യഥാർത്ഥത്തിൽ ഉന്നത വിദ്യാഭ്യാസ മന്ത്രിയുടെ ആയിട്ടുള്ള മീറ്റിങ്ങിൽ ഇരിക്കുന്നതിന് 10 മിനിറ്റ് വെയിറ്റ് ചെയ്യാൻ പറഞ്ഞതിനാണ് വിദ്യാർത്ഥികൾ അദ്ദേഹത്തെ അവിടെ അക്രമാസക്തരാകുകയും പ്രിൻസിപ്പലിനെ സുനിൽ ഭാസ്കറിനെ ആക്രമിക്കുകയും ചെയ്തത്. ഒപ്പം സുനിൽ ഭാസ്കറിനെ അടിച്ചു എന്നുള്ളത് മാത്രമല്ല, വീണ്ടും അദ്ദേഹത്തിന് പോലീസിനെയൊക്കെ വരുത്തിച്ച് പിള്ളേരെ സമാധാനിപ്പിക്കുകയോ പോലീസിനെ വരുത്തി പിള്ളേരെ മാറ്റുകയോ ചെയ്യുന്നതിനിടയ്ക്ക് മറ്റൊരു അധ്യാപകനും കൂടെ അടി കിട്ടിയിട്ടുണ്ട്. എന്നാൽ യഥാർത്ഥത്തിൽ വിദ്യാർത്ഥികൾ പറഞ്ഞ സ്റ്റേറ്റ്മെൻറ്റിന് കൂടി അധ്യാപകർക്കും സുനിൽ ഭാസ്കർ എന്ന പ്രിൻസിപ്പലിനും മറ്റൊരു അടികൊണ്ട അധ്യാപകനും എതിരെ കൂടെ കേസ് ഫയൽ ചെയ്തിരിക്കുകയാണ്. ഇതെല്ലാം തന്നെ നമ്മൾ കാണുന്നത് കേരളത്തിലെ പോലീസിങ്ങിൻ്റെ അല്ലെങ്കിൽ രാഷ്ട്രീയ കക്ഷി എന്ന് പറയുന്ന CPM നേതൃത്വം നൽകുന്ന ആഭ്യന്തര വകുപ്പിൻ്റെയും ഒക്കെ അഹങ്കാരമാണോ, അല്ലെങ്കിൽ അവരിൽ നിന്നും കിട്ടുന്ന സമ്മതത്തിൻ്റെ പിൻബലം കൊണ്ടാണോ ഇതൊക്കെ ചെയ്യുന്നു എന്നുള്ളതാണ്. എന്ത് പറഞ്ഞാലും കേരളത്തിലെ ഉന്നത വിദ്യാഭ്യാസം വളരെയധികം പ്രതിസന്ധിയിലൂടെ കടന്നു പോകുന്നു. മറ്റൊന്നും കൊണ്ടല്ല, ഇത്തരത്തിലുള്ള അക്രമ രാഷ്ട്രീയം എസ്.എഫ്.ഐയിൽ നിന്നുണ്ടാകുമ്പോൾ, കൊലപാതക രാഷ്ട്രീയം എസ്.എഫ്.ഐയിൽ നിന്നുണ്ടാകുമ്പോൾ മറ്റു സമാധാനകാംക്ഷികളായിട്ടുള്ള മറ്റ് പൊതുസമൂഹം യഥാർത്ഥത്തിൽ മക്കളെ സ്കൂളിലും കോളേജിലും ഒക്കെ വിടുന്നതിനെക്കുറിച്ച് ഭയപ്പെടുന്നു എന്നുള്ളതാണ് നമ്മൾ ഇതിനകത്ത് പറയേണ്ടത്. കൂടാതെ ഈ കഴിഞ്ഞ ദിവസങ്ങളിൽ തന്നെ ഹൈക്കോടതിയിൽ നിന്ന് വിധി വന്നിരിക്കുന്നു. അതാത് കോളേജുകൾ നടത്തിപ്പിക്കുന്നത്, സ്കൂളുകളും കോളേജുകളും നടത്തുന്ന മാനേജ്മെൻറ്റുകൾക്ക് അവിടെ രാഷ്ട്രീയം വേണോ വേണ്ടയോ എന്നൊക്കെ തീരുമാനിക്കാനുള്ള സ്വാതന്ത്ര്യമുണ്ട് എന്നാണ് ഹൈക്കോടതി പറഞ്ഞിരിക്കുന്നത്. ഇപ്പോൾ നമ്മുടെ ഈ സിദ്ധാർത്ഥൻ്റെ കൊലപാതകവും ഇപ്പോൾ ഈ സുനിൽ ഭാസ്കർ എന്ന് പറഞ്ഞ കൊയിലാണ്ടി ഗുരുദേവ കോളേജിലെ പ്രിൻസിപ്പലിനെയും അധ്യാപകനെയും മർദ്ദിച്ചതിൻ്റെയും പശ്ചാത്തലത്തിൽ അത് മാനേജ്മെൻറ്റുകൾ യഥാർത്ഥത്തിൽ വളരെ ഗൗരവത്തോടു കൂടി ഇനി എസ്.എഫ്.ഐ പ്രവർത്തനം അല്ലെങ്കിൽ KSU പ്രവർത്തനം തുടങ്ങിയ രാഷ്ട്രീയ പ്രവർത്തനങ്ങൾ നടത്തണോ വേണ്ടതെന്ന് തീരുമാനിക്കും എന്ന് തന്നെയാണ് നമുക്ക് പ്രതീക്ഷ. നമുക്കറിയാം, തിരുവനന്തപുരത്ത് MG കോളേജിൽ വളരെയധികം
അക്രമാസക്തരായിട്ടുള്ള ഒരു രാഷ്ട്രീയ പ്രവർത്തനം ഉണ്ടായിരുന്നു. MG കോളേജിലെ ABVP സംഘടന ഏറ്റവും അവിടെ വളരെയധികം അപ്രമാദിത്വം സ്ഥാപിച്ചുകൊണ്ട് മറ്റാർക്കും തന്നെ പഠിക്കാനോ മറ്റൊരു വിദ്യാർത്ഥി സംഘടനയിൽ വിശ്വസിക്കുന്നവർക്ക് പഠിക്കാനോ കയറാനോ പോകാനോ വരാനോ പറ്റില്ലാത്തൊരു സാഹചര്യം ഉണ്ടായി. ഹൈക്കോടതി ഇടപെട്ടിട്ട് അവിടുത്തെ രാഷ്ട്രീയം നിരോധിച്ചിരിക്കുന്നു. അപ്പോൾ ഇത്തരത്തിൽ SFI അങ്ങനെ പോയാൽ ഞാൻ മാധ്യമപ്രവർത്തകൻ എന്നുള്ള നിലയ്ക്ക് പറയുന്നു, ഞങ്ങളൊക്കെ പഠിച്ചിരുന്ന കാലത്ത് നമുക്കൊക്കെ രാഷ്ട്രീയം വേണം. രാഷ്ട്രീയത്തിനുള്ള ഒരു ഫോർമേഷൻ കിട്ടുന്നത് യഥാർത്ഥത്തിൽ കോളേജ് രാഷ്ട്രീയത്തിലൂടെയാണ്. അപ്പോൾ ആ രാഷ്ട്രീയത്തിനുള്ള സാഹചര്യം, ഫോർമേഷൻ കിട്ടേണ്ട ഒരു സാഹചര്യം കോളേജിൽ നിന്നും ഹയർ സെക്കൻഡറി ലെവലിലുള്ള സ്കൂൾ തലത്തിൽ നിന്നുമൊക്കെ കിട്ടേണ്ടിയിരിക്കുമ്പോൾ ഇത്തരത്തിൽ അക്രമാസക്തമാകുന്ന ഏതെങ്കിലും രാഷ്ട്രീയ പാർട്ടിയുടെ പിൻബലത്തോടുകൂടി സർക്കാരിൻ്റെ പിൻബലത്തോടുകൂടി അക്രമാസക്തമാകുന്ന ഒരു രാഷ്ട്രീയ പ്രവർത്തനം ആരംഭിച്ചു കഴിഞ്ഞാൽ എനിക്ക് തോന്നുന്നു അധികം വൈകാതെ ഹൈക്കോടതിയും സുപ്രീം കോടതിയും ഏർപ്പെടുത്തും. തീർച്ചയായും കോളേജുകളിലും സ്കൂളുകളിലും രാഷ്ട്രീയം ബാൻ ചെയ്യും എന്നുള്ളതിൽ തർക്കമില്ല. ഇതുകൂടാതെ നമ്മൾ മനസ്സിലാക്കേണ്ടത് 86കളിലാണ് നമുക്ക് കോളേജുകളിൽ റാഗിങ് നിരോധിച്ചിരുന്നത്. അതും സുപ്രീം കോടതി ഇടപെട്ടിട്ടാണ്. അത് കേരളത്തിലാണ് ആദ്യമായിട്ട് 86-ൽ 84, 86 കാലഘട്ടത്തിൽ റാഗിങ് നിരോധിച്ചത്. ഇപ്പോൾ റാഗിങ്ങിനേക്കാളും റാഗിങ്ങിനേക്കാൾ ഭീകരമായിട്ടുള്ളൊരവസ്ഥയിലാണ് നമ്മുടെ സിദ്ധാർത്ഥൻ എന്ന് പറയുന്ന വെറ്ററിനറി കോളേജിലെ വിദ്യാർത്ഥി കൊല്ലപ്പെട്ടത്. അപ്പോൾ ഇതെല്ലാം തന്നെ പൊതുസമൂഹത്തിൻ്റെ ശ്രദ്ധയിലും കോടതികളുടെ ശ്രദ്ധയിലും വരുമ്പോൾ ഇനി വിദ്യാർത്ഥി രാഷ്ട്രീയം അനുവദിക്കേണ്ടതാണോ ഇല്ലയോ എന്നുള്ളത് അധികാരികൾ തീരുമാനിക്കുന്നതിലുപരി കോടതിയും പൊതുസമൂഹവും തീരുമാനിക്കും.